എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് യഹോവ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടാം. യെശയ്യാവ് 43:1. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഇസ്രായേൽ ജനതയ്ക്ക് വലിയ പ്രക്ഷുബ്ധത നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് യെശയ്യാവിൻ്റെ പുസ്തകം എഴുതിയത്. ഈ അധ്യായത്തിൽ ദൈവം ഇസ്രായേലിനെ തൻ്റെ സാന്നിധ്യം, സംരക്ഷണം, അവർക്കായുള്ള ഉദ്ദേശം എന്നിവയെക്കുറിച്ച് ഉറപ്പു നൽകുന്നു. അവരുടെ പരാജയങ്ങൾക്കിടയിലും ദൈവം തൻ്റെ ഉടമ്പടിപരമായ സ്നേഹം സ്ഥിരീകരിക്കുകയും അവർ തൻ്റേതാണെന്ന് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവൻ, നിന്നെ രൂപപ്പെടുത്തിയവൻ. ഇസ്രായേൽ എന്നത് അവരുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. അവൻ അവരെ ഒരു ജനമാക്കി. യാക്കോബും ഇസ്രായേലും ഒരേ ആളിൻ്റെ രണ്ടു പേരുകളാണ്. അവരുടെ വികലമായ അവരുടെ ദിവ്യവിളിയും ഊന്നിപ്പറയുന്നു. ഭയപ്പെടേണ്ട എന്നത് ഒരു നിർദ്ദേശമല്ല, ഒരു കൽപ്പനയാണ്. ദൈവം പറയുന്നു, പ്രവാസത്തിലോ കഷ്ടത്തിലോ പോലും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല, ഞാൻ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു എന്നതാണ് താക്കോൽ. വീണ്ടെടുക്കപ്പെട്ടു എന്നത് തിരികെ വാങ്ങുക, അല്ലെങ്കിൽ രക്ഷിക്കുക എന്നതാണ്. പാപം നിറഞ്ഞ അവർ പ്രവാസത്തിലായിരുന്നാലും അവരെ തിരികെ കൊണ്ടുവരുവാൻ ദൈവം വില നൽകിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്നത് അടുപ്പത്തെ കാണിക്കുന്നു. ദൈവം അവരെ വ്യക്തിപരമായി അറിയുന്നു. ഒരു ഇടയൻ തൻ്റെ ആടുകളെ പോലെ അവൻ അവരെ വ്യക്തിഗതമായി വിളിക്കുന്നു. നീ എൻ്റേതാണ് എന്നത് സ്വന്തമാണെന്നതിൻ്റെ ശക്തമായ പ്രഖ്യാപനമാണ്. അവർ ചെയ്തതെല്ലാം ഉണ്ടായിരുന്നിട്ടും ദൈവം ഇപ്പോഴും അവരെ തൻ്റേതാണെന്ന് അവകാശപ്പെടുന്നു. ദൈവം നമ്മെ വ്യക്തിപരമായി അറിയുന്നുവെന്നും അവൻ അജ്ഞാനസ്ഥനല്ലെന്നും അവൻ നമ്മെ പേര് ചൊല്ലി വിളിക്കുന്നുവെന്നും നാം തിരിച്ചറിയണം. നമ്മുടെ ഭൂതകാലം എന്തു തന്നെയായാലും നാം ദൈവത്തിൻ്റേതാണ്. അവൻ നമ്മെ അവകാശപ്പെടുന്നു. നമ്മളുടെ കഷ്ടതകളിൽ നാം ഒറ്റയ്ക്കല്ല. പ്രവാസത്തിലോ കഷ്ടപ്പാടിലോ പോലും അവൻ്റെ സാന്നിധ്യം സ്ഥിരമാണ്. മോചനം ഇതിനകം പൂർത്തിയാക്കി കഴിഞ്ഞു. അത് സ്നേഹത്തിൽ നിന്ന് നൽകപ്പെട്ട ഒരു സമ്മാനമാണ്. നമ്മുടെ ഭാവി ആരാണ് വഹിക്കുന്നതെന്നറിയുമ്പോൾ ഭയം വിശ്വാസത്താൽ മാറ്റി സ്ഥാപിക്കുന്നു. സ്നേഹപിതാവേ, അവിടുത്തെ സ്നേഹം, സംരക്ഷണം, വ്യക്തിപരമായ കരുതൽ എന്നിവ മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നഷ്ടപ്പെട്ടതായി തോന്നുന്നവരെയും ഭയപ്പെടുന്നവരെയും ദൈവം തങ്ങളെ മറന്നിട്ടില്ലെന്നും ദൈവം അറിയുന്നവരാണെന്നും ദൈവം വീണ്ടെടുക്കുന്നവനാണെന്നും ദൈവം അവകാശപ്പെടുന്നവരാണെന്നും തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.